ക്രിസ്റ്റഫർ നോളൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദ ഒഡീസി എന്നുള്ള സിനിമയുടെ ട്രെയിലർ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് കാണാൻ പറ്റി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർമാൻ എന്നുള്ള ജെയിംസ് ഗണ്ണിൻ്റെ സിനിമ കാണാൻ വേണ്ടി ഐമാക്സിൽ പോയപ്പോൾ ബ്രോഡ്വേ സിനിമാസിൽ ദ ഒഡീസിയുടെ ഒരു ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വരാൻ പോകുന്നത് സൂപ്പർമാൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഞാൻ കണ്ടു. സംഭവം ഒരു ടീസറാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ടീസർ കണ്ടിട്ട്, സാധാരണ എനിക്കൊരു നോളൻ്റെ മൂവിയുടെ ഒരു ടീസർ കാണുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ചുണ്ട്, അതെനിക്ക് കിട്ടിയില്ല. മ്യൂസിക്കിൽ കിട്ടി, പക്ഷേ വിഷ്വൽസിൽ എനിക്ക് ആ ഒരു വൗ ഫാക്ടർ ഫീൽ ആയില്ല. പക്ഷേ ടീസർ വെച്ച് നമുക്ക് ഒരിക്കലും ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള ഡയറക്ടറിനെ വിലയിരുത്താൻ പറ്റില്ല. സിനിമ വരട്ടെ. ടീസർ 1 മിനിറ്റിൽ താഴെ എന്തോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിച്ചായിരുന്നു. നമ്മുടെ സ്പൈഡർമാനായിട്ട് അഭിനയിക്കുന്ന മച്ചാനെ കാണിച്ചായിരുന്നു. മാറ്റ് ഡേമനെ ചെറിയ രീതിയിലൊന്ന് കാണിച്ചു. അങ്ങനെ കുറച്ച് പേരെ കാണിച്ചു. പക്ഷേ ഒരുപാട് പേര് കാസ്റ്റിൽ ഇത് കൂടാതെ ഇഷ്ടം പോലെ പേരുണ്ട്. അവരെ ആരെയും കാണിച്ചിട്ടില്ല. ടീസർ എന്ന് പറയുമ്പോഴേക്കും ചെറിയ ടീസറിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു എന്തോ സാധാരണ ക്രിസ്റ്റഫർ നോളൻ്റെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു ടീസർ വരുമ്പോൾ കിട്ടുന്നൊരു പഞ്ച് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഐ ആം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് മൂവി. കാരണം യൂഷ്വലി നോളൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റ് അല്ല ഇത്തവണ എടുത്തിരിക്കുന്നത്. പ്രസ്റ്റീജിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെ ഉള്ളൊരു സാധനം നോളൻ എടുക്കണേന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസെപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രസ്റ്റീജിലാണ് കുറച്ചും കൂടി എന്താ പറയുക, ലാർജർ ദാൻ ലൈഫ് ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ എങ്ങനെ പറയും, ഇത് മെത്തോളജിയാണ്, ഗ്രീക്ക് മെത്തോളജി ബേസ് ചെയ്തിട്ടുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് കുറേ ക്രീച്ചേഴ്സും പരിപാടികളും അങ്ങനെ ഇതൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ നോളൻ ചെയ്ത് കാണുമെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രസ്റ്റീജിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് മാജിക്കായിരുന്നു, മാജിക് ആൻഡ് സയൻസ്. അപ്പോൾ ഇതിൽ മാജിക്കല്ല, മെത്തോളജിയാണ്. നമ്മുടെ ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ്, റാത്ത് ഓഫ് ദ ടൈറ്റൻസ്, ആ സിനിമയുടെയൊക്കെ ഒരു ടൈപ്പ് ഒരു സാധനം, പക്ഷേ ഇൻ എ നോളൻ വേ. അപ്പോൾ അത് ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള സിനിമ സംവിധായകൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പ് ടയർ ഡയറക്ടേഴ്സിൽ വരുന്ന സംവിധായകൻ എന്ത് ചെയ്യും എന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നോളൻ്റെ ഫുൾ ഫിലിമോഗ്രാഫിയിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞ ഒരു സിനിമയാണ് ഓപ്പൺഹൈമർ. ഇപ്പോൾ കുറേ പേര് പൊങ്കാലയും പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ ആ സിനിമ പ്രീമിയറിന് രാത്രി 12 മണിക്ക് ഇവിടെ നിന്ന് മുംബൈ വരെ ട്രാവൽ ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐമാക്സിലാണ് ഞാൻ കണ്ടത്. ഏറ്റവും മികച്ച ഡിജിറ്റൽ ഐമാക്സ്, നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഐമാക്സിൽ പോയാണ് ഞാനത് കണ്ടത്. എന്നിട്ടും എനിക്ക് ആ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. ടെക്നിക്കലി ആ സിനിമ കിടുവാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ തുറന്നു പറയാം. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് പറയുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച ഓപ്പൺഹൈമർ അല്ല എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എപ്പോഴും ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകനെ അത്ര ഇഷ്ടപ്പെടാൻ കാരണം എപ്പോഴും ഒരു നോളൻ ടച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു പോയത് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് വിത്ത് ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള വേർഷൻ ഓഫ് ഓപ്പൺഹൈമറാണ്. ഹിസ്റ്ററിയിൽ ഓപ്പൺഹൈമർ എന്നുള്ള വ്യക്തിക്ക് എന്തൊക്കെ നടന്നോ അതിൻ്റെ ഒരു കുറച്ചും കൂടി സിനിമാറ്റിക്, കുറച്ചും കൂടി എൻ്റർടൈനിങ് വെർഷനാണ് ഞാൻ മനസ്സിൽ കണ്ട് പോകുന്നത്. കാരണം എനിക്ക് അതുവരെയുള്ള എല്ലാ നോളൻ്റെ സിനിമകളും വളരെ എൻ്റർടൈനിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ചെന്ന് കണ്ട ഓപ്പൺഹൈമർ നാഷണൽ ജിയോഗ്രഫിക്ക് അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ചാനലിൽ ഒരു ഡോക്യുമെൻ്ററി വരില്ലേ, ആ ഒരു ടൈപ്പ് സാധനം വരുന്നത്. ആ ഒരു ഷോണറിൽ അത് കിടുവാണ്. പക്ഷേ എന്നത് തീരെ ഇമ്പ്രസ് ചെയ്തില്ല എന്നുള്ള. കാരണം ഞാൻ എന്താണ് ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള ഡയറക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ചത്, ഞാൻ ഫാനായത് അദ്ദേഹത്തിൻ്റെ എന്ത് കാര്യത്തിലാണ്, അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഓപ്പൺഹൈമർ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം സിനിമയായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. എനിക്ക് ആ സിനിമ കാണാനേ പറ്റിയിട്ടില്ല. പിന്നെ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. ടെക്നിക്കലി ദ മൂവി സോ ഗുഡ്,
പക്ഷേ ഇറ്റ് നെവർ കണക്റ്റഡ് വിത്ത് മീ. ആക്ടിങ് വൈസ് കിഡുവാണ്, അതുകൊണ്ടാണല്ലോ ഓസ്കറും കിട്ടിയത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. സിനിമ അങ്ങനെയാണ്, ഭക്ഷണം പോലെയാണ്. എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നാലും നമുക്ക് ചിലപ്പോൾ അത് പിടിച്ചെന്ന് വരില്ല, നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊത്ത് ശരിയായിന്ന് വരില്ല. ചിലപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ഷെഫായിരിക്കും നമുക്കത് ഉണ്ടാക്കി തരുന്നത്, പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയില്ലേ. അങ്ങനത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് ഓപ്പൺഹൈമറിലുണ്ടായത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ ഒരു ഫാനിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല ഓപ്പൺഹൈമർ. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കേണ്ട ഒരു കിഡിലും പടം വേറെ കാണണം നോളൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ടീസറും കണ്ടു, പക്ഷേ എനിക്ക് ഇപ്പോഴും തൃപ്തി വന്നിട്ടില്ല. എന്തായാലും ഇത് ഐമാക്സിൽ തന്നെ കാണും. കാരണം ഈ മൂവിയും ക്രിസ്റ്റഫർ നോളൻ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പുതിയ ഫിലിം ക്യാമറ ഐമാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ക്യാമറ വെച്ചാണ് ഈ ഫുൾ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. 3 മണിക്കൂറിന് മുകളിലുണ്ട് ഈ സിനിമ. ഇതുവരെ അദ്ദേഹം ഷൂട്ട് ചെയ്തതിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ഷൂട്ട് ചെയ്തതിൽ വെച്ച് ഐമാക്സ് ക്യാമറ വെച്ചിട്ട് 3 മണിക്കൂറോളം ഒരു ദൈർഘ്യത്തിൽ ഷൂട്ട് ചെയ്തൊരു പടം ഓപ്പൺഹൈമറായിരുന്നു. ഇപ്പോൾ അതിനും ലെങ്ത്ത് കൂടിയ ഒരു സിനിമയാണ് ഇതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ആദ്യം തന്നെ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുന്നേ, അതും ഒരു ഐമാക്സ് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ടീസർ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അതും ബ്രോഡ്വേ തന്നെ കാണാൻ പറ്റിയത്. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഇന്ത്യയിലുള്ള ഒരു ഐമാക്സും ഇന്ത്യയിലെ ഏറ്റവും നല്ല മൾട്ടിപ്ലക്സ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ സിനിമാസ്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുള്ളൂ. എന്തായാലും ഇതിൻ്റെ ടീസർ വൈകാതെ തന്നെ യൂട്യൂബിലേക്ക് അപ്ലോഡായി അത് പബ്ലിക്കിൽ എത്തും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ദാറ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് ഓഫ് ദ സൗണ്ട് ആൻഡ് വിഷ്വൽ വാസ് ഗുഡ്. ബട്ട് ഇൻഡിവിജ്വലി അതിനെ നമ്മളൊരു നോളൻ്റെ മൂവിയിൽ ടീസറായിട്ട് എടുത്ത് മാറ്റി വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൂവി. മാറ്റ് ഡേമൻ എന്നുള്ള നടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് മാറ്റ് ഡേമൻ കൂടാതെ. അപ്പോൾ ഇവരെല്ലാവരെയും എങ്ങനെയാണ് നോളൻ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം മാറ്റ് ഡേമനെ ഒരു ചെറിയ റോളിൽ പോലും ഇൻ്റർസ്റ്റെല്ലാറിൽ കിഡിലായിട്ടാണ് നോളൻ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് നല്ല രീതിയിൽ ഒരു സിനിമയായി വരണം. എനിക്ക് എൻ്റർടൈനിങ്ങും ആവണം, വിഷ്വലി സ്റ്റണ്ണിങ് ആവണം, സൗണ്ട് വൈസ് കിഡിലാവണം, എല്ലാം കൊണ്ടും സൂപ്പർ ആവണമെന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. എന്തായാലും വരട്ടെ, ആ നോളൻ ടച്ച് ഉണ്ടാവട്ടെ, എനിക്ക് നല്ലത് പറയാൻ പറയട്ടെ, ഇതാണ് പറ്റട്ടെ, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള സംവിധായകൻ്റെ ഫാൻസിൻ്റെ കാര്യത്തെ പറ്റിയാണ്. ഞാൻ ഓപ്പൺഹൈമർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര റേജ് സീനായിരുന്നു. അതായത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനും ഒരു ഫാനാണ് എന്നുള്ള കാര്യം പോലും അവർ ചിന്തിക്കുന്നില്ല. ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ എന്ത് ചെയ്താലും അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിലാരും ഒരു എതിരഭിപ്രായം പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ടോക്സിക് ഫാൻ ബേസ് ക്രിസ്റ്റഫർ നോളൻ്റെ ചില ഫാൻസിനുണ്ട്. അതേപോലെ തന്നെ സാക്ക് സ്നൈഡറിൻ്റെ ചില ഫാൻസിനുണ്ട്. ഇപ്പോൾ ദേ സൂപ്പർമാൻ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് സാക്ക് സ്നൈഡർ എന്ന് പറഞ്ഞ ഡയറക്ടർ മാരക ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ആ 300 കണ്ടപ്പോൾ തുടങ്ങിയ കട്ട ഫാനായതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പടം കാണുന്നത്, നമ്മുടെ സോംബി പടം കാണുന്നത്. അപ്പോൾ എനിക്ക് അതിന് ശേഷം ഞാൻ കണ്ട എല്ലാ പടങ്ങളും എല്ലാം ഒന്നിനൊന്ന് വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സിനിമകളും, അതിൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് എൻ്റെ ഫുൾ ലൈഫിൽ തന്നെ ഏറ്റവും കിടിലൻ ഒരു 3D എക്സ്പീരിയൻസ് നൽകിയ ഒരു പടം പുള്ളി ഡയറക്റ്റ് ചെയ്തതാണ്. ഗാർഡിയൻസ് ഓഫ് ദി മറ്റേ എന്താണ് ആ സിനിമയുടെ പേര് പെട്ടെന്ന് വായിൽ വരില്ല, ഭയങ്കര നീട്ടുള്ള പേരാണ്. ഔൾസ് ഓഫ് ഗാഹുൾ, ലെജൻഡ് ഓഫ് ഗാർഡിയൻസ് ഔൾസ് ഓഫ് ഗാഹുൾ എന്നുള്ള സിനിമ കിടിലനായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പടമാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്തിരിക്കുന്ന എല്ലാം ഒന്നിനൊന്ന് വേറെ ലെവലാണ്. എനിക്ക് ആകെ ഇഷ്ടപ്പെടാതെ പോയത് നമ്മുടെ റെബൽ മൂൺ മാത്രമാണ്. റെബൽ മൂൺ പാർട്ട് 2 എനിക്ക് തീരെ പിടിച്ചില്ല. അപ്പോൾ അതൊഴികെയുള്ള ഭൂരിഭാഗം സിനിമകളും എനിക്ക് സാക്ക് സ്നൈഡർ സംവിധാനം ചെയ്യണത് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാനാണ് ഞാൻ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ നോക്കുകയാണ്. നീ അത് കണ്ടിട്ടില്ലടാ, നീ മാൻ ഓഫ് സ്റ്റീൽ പോയി കാണടാ, നീ അത് ചെയ്യടാ. ചിലവന്മാരൊക്കെ ഇപ്പം പറ്റി വീണുണ്ടാവുള്ളൂ. എന്നിട്ട് ഇപ്പോഴേക്കും ആ സിനിമ ഉണ്ടാക്കണം. ഞാനൊക്കെ അത് ഓൾറെഡി തിയേറ്ററിൽ കണ്ട സിനിമകളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാൻ ഓഫ് സ്റ്റീൽ കാണാൻ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
2 ചെക്കന്മാർ വന്ന് കോണ സിനിമയുടെ ഇടയിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തൻ പറയാണ്, ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് പോരാന്ന്. ഇടി വന്നിരുന്ന സിനിമ കണ്ടവൻ ഏതാ ഡയറക്ടർ എന്ന് പോലും അറിയില്ല, എഴുതി കാണിച്ച പോലും വായിച്ചിട്ടില്ല. ഇതുപോലെയുള്ള മൊണ്ണേഷുകളാണ് കുറേ എണ്ണങ്ങൾ വന്നിട്ട് മറ്റേ സൂപ്പർമാനിൽ കാണിക്കില്ല, കുറേ മങ്കീസ് വന്നിട്ട് ഇങ്ങനെ എന്താണ് റേജ് ഇത് ചെയ്യണത്. അങ്ങനത്തെ കുറേ ടീമുകളുണ്ട്. ഇവന്മാരിങ്ങനെ ട്രെൻഡ് എന്താണോ അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറ്റം പറയാനായിട്ട് അന്ന് അതിൻ്റെ പുറകെ, അല്ലാതെ സ്വന്തമായ അഭിപ്രായം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് ചിലപ്പോൾ സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല, ഇൻ്റർനെറ്റിൽ കുറേ പേര് മറ്റേ പൊങ്കാലിടുന്നു, എന്നാൽ ഞാനും പൊങ്കാലിടാം. അല്ലാതെ അത് കണ്ടു നോക്കിയോ അല്ലെങ്കിൽ അത് സ്വന്തമായ അഭിപ്രായം പറയുക അങ്ങനെയൊന്നുമല്ല. കണ്ടവൻ്റെ അഭിപ്രായമാണ് അവൻ്റെ അഭിപ്രായം. ആ രീതിയിലുള്ള കുറേ കച്ചറ സോ കോൾഡ് ടോക്സിക് ഫാൻസ് ഉണ്ട്. ഞാൻ അവരെ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. അങ്ങനെയുള്ളവന്മാർക്കൊന്നും ഞാൻ 5 വില കൊടുക്കാറില്ല. അത് കൂടാതെ ഇങ്ങനെയുള്ളവന്മാർ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അവന്മാർ ഇന്നലെ ആയിരിക്കും ചിലപ്പോൾ ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള മുഴുവനായ പേര് പോലും പഠിച്ചിട്ടുണ്ടാവുന്നത്. നമ്മൾ പണ്ടേ തൊട്ടേ സിനിമ കണ്ട് വരികയാണ്. അദ്ദേഹം ആരാണ്, എന്താണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, അല്ലെങ്കിൽ എന്താണ് പുള്ളീനെ ഇത്രത്തോളം പോപ്പുലർ ആക്കിയതെന്ന് വരെ മനസ്സിലാക്കി സിനിമ കണ്ട് മനസ്സിലാക്കി വന്നവരാണ്. ഇവന്മാർ മറ്റേ ആരോ നോളൻ എന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ പുറകെ പിടിച്ചു വന്ന കുറേ ടീമുകളുണ്ട്. ഒരു ഭയങ്കര ശോകമാണത്. ഞാൻ കുറേമാരൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടുമുണ്ട് ഇതുപോലെ. നോളൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചും മരിക്കും. അതായത് രസം. അതായത് ചില സിനിമകളൊക്കെ ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളിയുടെ ബ്രദറൊക്കെ ആയിക്കോട്ടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവന്മാർ ഏറ്റവും മൂലം കണ്ടിട്ട് വന്നിട്ട് ആ പടം ഈ പടം എന്നൊക്കെ പറയും. അതാണ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇത്. കുറേ പേര് ഇൻ്റർനെറ്റിലുള്ളവർ വൻ കോമഡി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മാൻ ഓഫ് സ്റ്റീൽ ഡയറക്റ്റ് ചെയ്തത് നോളനാണ്. എങ്ങനെയുണ്ട്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു ക്രിസ്റ്റഫർ നോളൻ. ഇങ്ങനെയുള്ള മുട്ട സാധനങ്ങളുണ്ട്. അത് ഡയറക്റ്റ് ചെയ്ത് സാക്ക് സ്നൈഡറാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത കുറേ എണ്ണങ്ങൾ. അവന്മാർ വന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നീ അത് പോയി കാണാ ഇത് പോയി കാണാന്നൊക്കെ. അത് മാത്രമല്ല, സാക്ക് സ്നൈഡർ അദ്ദേഹത്തിൻ്റെ വെർഷൻ ഓഫ് ഒരു സൂപ്പർമാൻ ചെയ്തു, ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെ വെർഷൻ ഓഫ് ഒരു ബാറ്റ്മാൻ ചെയ്തു. ചില ആൾക്കാരുടെ വിചാരം ശരിക്കുമുള്ള ബോബ് കെയ്ൻ ക്രിയേറ്റ് ചെയ്ത ബാറ്റ്മാൻ ക്രിസ്റ്റഫർ നോളൻ്റെ വേർഷനാണെന്നുള്ളതാണ്. അല്ലാതെ ബോബ് കെയ്ൻ ക്രിയേറ്റ് ചെയ്ത ബാറ്റ്മാൻ അവർക്കറിയാൻ പാടില്ല. ഇവർക്ക് മറ്റേ ഇവരുടെ മനസ്സിലൊക്കെ ബാറ്റ്മാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ നോളൻ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ, അതാണ് ബാറ്റ്മാൻ. അങ്ങനെ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ട് ഇവിടെ. അതുപോലെയുള്ള മണ്ടന്മാർ. അതായത് ഡാർക്ക് നൈറ്റ് ട്രിലജി ആണെന്ന് മനസ്സിലാക്കാത്ത കുറേ മൊണ്ണേഷുകളുണ്ട്. അത് സത്യമായ കാര്യമാണ്. ചിലവന്മാർക്ക് ഇപ്പോഴും അറിയില്ല ബാറ്റ്മാനെ ക്രിയേറ്റ് ചെയ്തത് ബോബ് കെയ്ൻ ആണെന്നോ, അല്ലെങ്കിൽ ബാറ്റ്മാൻ്റെ ഐഡൻറ്റിറ്റി ഒരു വേറെ തരത്തിലുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഈ ഡാർക്ക് നൈറ്റ് സീരീസിൽ ക്രിസ്റ്റഫർ നോളൻ എഴുതി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബെയിൽ പെർഫോം ചെയ്ത ആ ഒരു വേർഷൻ അല്ല ശരിക്കുമുള്ള ദ ഒറിജിനലി റിട്ടൺ ക്യാരക്ടർ ഓഫ് ബാറ്റ്മാൻ എന്ന് അറിയാൻ പാടാത്ത കുറേമാരുണ്ട്. ഇതേ അവസ്ഥയാണ് സൂപ്പർമാൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോഴും. ചിലവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി കാവിൽ അവതരിപ്പിച്ചതാണ് സൂപ്പർമാൻ എന്നുള്ളതാണ്. അതൊരു വേറൊരു വേർഷൻ. ശരിക്കുമുള്ള സൂപ്പർമാൻ്റെ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. അത് വളരെ മനോഹരമായിട്ട് കാണിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ജെയിംസ് ഗണ്ണിൻ്റെ വേർഷൻ ഓഫ് സൂപ്പർമാൻ ഫീൽ ചെയ്തത്. പിന്നെ വേറെ കുഴപ്പമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് സിനിമയ്ക്ക് പേരിടുമ്പോൾ മര്യാദക്ക് പേരിടണമെന്ന് പറയണം. സൂപ്പർമാൻ ലെഗസി എന്ന് സിനിമയ്ക്ക് പേരിട്ടിരുന്നെങ്കിൽ ഒരാളിപ്പോൾ വന്ന് പറയാണ്, ഇത് വളരെ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാനാണ് എന്ന് പറയുമ്പോൾ ആൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറാണ്, അല്ലാതെ ഫുൾ സിനിമയല്ല. ഈ സൂപ്പർമാൻ എന്നുള്ള പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ജെയിംസ് ഗണ്ണിൻ്റെ മൂവിയിൽ ഉള്ള ലക്സ് ലൂതോർ ഒറിജിനൽ കോമിക്സിലുള്ള പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല. അത് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ലക്സ് ലൂതോർ അല്ല. ആളുകൾ പല റിവ്യൂയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ആ സിനിമേനല്ല, ആ ക്യാരക്ടറിനെയാണ്. ഇത് ഈ പണ്ടാരം ക്യാരക്ടറിൻ്റെ പേരും സൂപ്പർമാൻ എന്ന് തന്നെയും സിനിമയുടെ പേരും സൂപ്പർമാനുണ്ട്. ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകണം ഫുൾ മൂവി എക്സാക്ട്ലി കോമിക് ആക്യുറേറ്റ് ആണെന്ന്. അല്ല, ആ ക്യാരക്ടറിനെയാണ് പറയണത്. ഇതുകൊണ്ടാണ് പറയണം പേര് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സൂപ്പർമാൻ ലെഗസി എന്ന് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഓക്കെ, ഈ സൂപ്പർമാൻ ലെഗസി എന്നുള്ള സിനിമയിൽ സൂപ്പർമാൻ എന്നുള്ള ക്യാരക്ടർ വളരെ കോമിക് ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പിന്നെയും കുറച്ച് മനസ്സിലാവുന്ന വിധത്തിൽ പറയാൻ പറ്റും. ഇത് ഒരാൾ മനസ്സുകൊണ്ട് പറയുന്നൊരു കാര്യം വേറെ ആൾ കേൾക്കുന്നത് മിക്സപ്പായി വേറെ രീതിയിൽ ആലോചിച്ച് അവസാനം മൊത്തത്തിൽ കൊള്ളാം. എന്നിട്ട് അയാൾ വന്ന് ചോദ്യം ചെയ്യും, ഓക്കെ ഇതിനകത്ത് ലക്സ് ലൂതോർ കോമിക് ആക്യുറേറ്റ് അല്ലല്ലോ, ഇതിനകത്ത് ഇന്ന ക്യാരക്ടർ കോമിക് ആക്യുറേറ്റ് അല്ലല്ലോ. കാരണം പറഞ്ഞത് സൂപ്പർമാനെ പറ്റി മാത്രമായിരിക്കും. ആൾ കേട്ടിട്ട് മനസ്സിലാക്കിയേക്കണം ഫുൾ സൂപ്പർമാൻ എന്നുള്ള സിനിമയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയണത്. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട് രാഹുലിൻ്റെ കേസിൽ പോലും സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാഹുൽ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. രാഹുലിനകത്ത് പറയുന്നുണ്ട് ഇത് കോമിക് ആക്യുറേറ്റ് അല്ലല്ലോ എന്ന്.
ആളുകൾ ഉദ്ദേശിച്ചത്, ഞാൻ ഉൾപ്പെടെ ഉദ്ദേശിച്ചത് സൂപ്പർമാൻ എന്നുള്ള ക്യാരക്ടർ കോമിക് ആക്യുറേറ്റ് ആണെന്നുള്ളതാണ്, അല്ലാതെ സൂപ്പർമാൻ എന്നുള്ള സിനിമയല്ല. അവിടെ അതങ്ങനെയാണ് കുറേ പ്രശ്നങ്ങൾ വരുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എന്ത് തോന്നി അത് മാത്രമാണ് ഞാനിവിടെ വന്ന് എൻ്റെ ചാനലിലൂടെ പറയാറുള്ളത്. ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിപ്പോൾ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും, എത്ര തെറി പറഞ്ഞാലും, എന്തൊക്കെ കിടന്ന് വാദിച്ചാലും എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എനിക്ക് ഓപ്പൺഹൈമർ എന്നുള്ള സിനിമ വളരെ ബോറിംഗ് ആയിട്ടുള്ള, ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വരാത്തൊരു സിനിമയായിരുന്നു. ഒഡീസി എന്നുള്ള ടീസർ കണ്ടിട്ട് എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ട്രെയിലർ വരട്ടെ, അതും കണ്ടു നോക്കാം, അതിനുശേഷം സിനിമ കണ്ടുപോകും. ചിലപ്പോൾ ടീസറും ട്രെയിലറും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കാം, പക്ഷേ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കാം. അപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. ടീസറും ട്രെയിലറും ഭയങ്കര ഇഷ്ടപ്പെടും, പക്ഷേ സിനിമ ഇഷ്ടപ്പെടില്ല. ഓപ്പൺഹൈമറിൻ്റെ കേസിൽ അതാണ് സംഭവിച്ചത്. എന്തായാലും അതിന് ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ ഓപ്പൺഹൈമർ കാണാൻ പോയപ്പോൾ എൻ്റെ മോനെ മറ്റേ ആറ്റം ബോംബ് പൊട്ടണത് ഭയങ്കര ഹെവി ആയിട്ട് കാണിച്ച്, അതിൻ്റെ ഡിസ്ട്രക്ഷനൊക്കെ കാണിച്ച്, അതെങ്ങനെയാണ് മനുഷ്യരാശിക്ക് ഒരു മോശം ഇൻവെൻഷനായത്, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് ഹ്യൂമാനിറ്റിക്ക് ഒരു ദ്രോഹം ചെയ്തെന്നുള്ള രീതിയിൽ അത് കാണിച്ച് കാണുന്ന നമുക്കും അത് കാണുന്ന അദ്ദേഹത്തിനും ഉൾപ്പെടെ മറ്റേ റിഗ്രറ്റ് അടിച്ച് അല്ലെങ്കിൽ ആ ലെവലിൽ ഒരു സാധനം വയ്ക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് സിനിമ കാണാൻ പോയപ്പോൾ ഇതൊന്നും കിട്ടിയില്ല. ഞാൻ ആ ഒരു വയലൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഓഫ് ആ ഒരു ആറ്റം ബോംബ് കാണിക്കുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അത് തന്നെ എനിക്ക് വലിയ ലെറ്റ് ഡൗൺ ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഒരാളെ ഒരു സാധനത്തിൻ്റെ ആ ദൂഷ്യം കാണിച്ച് അത് നാട്ടുകാരത് കണ്ടിട്ട് അത് മുഖം പൊത്തിയിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ പൊന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ജന്മത്തെ ഉണ്ടാക്കരുതായിരുന്നു, ഇത് ഹ്യൂമാനിറ്റിക്ക് തന്നെ ഭയങ്കര വലിയ ദ്രോഹമാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആ ഭയങ്കര മണ്ടത്തരെ പോയി ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊരു സാധനം കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതൊന്നും കിട്ടിയില്ല. ഞാൻ കണ്ടത് എന്താ, ഇങ്ങേരുടെ ലവ് ലൈഫ്, ഇങ്ങേരുടെ മാരിറ്റൽ ലൈഫ്, ഇങ്ങേരുടെ അവിടെ നടന്ന പൊളിറ്റിക്സ്, ഇങ്ങേരുടെ ഈ ഒന്നാമത് ജീവിതത്തിലെ തന്നെ പൊളിറ്റിക്സും പണ്ടാരോ കണ്ടവൻ്റെ ലവ് ലൈഫും കണ്ട് മടുത്ത് വേർത്ത് പണ്ടാരടങ്ങിയിരിക്കുമ്പോഴാണ് ഈ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇങ്ങേരുടെ സാധനം കൊണ്ടുവന്ന് കാണിച്ചത്. അതുകൊണ്ട് എനിക്കത് തീരെ പിടിച്ചില്ല. ഞാനത് കാണാൻ വേണ്ടിയല്ല പോയത്. ഞാൻ കാണാൻ പോയത് നോളൻ്റെ ഒരു വേർഷൻ ഓഫ് വേറൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പടം എടുത്ത് വെച്ചിരിക്കുന്നു. എന്നാൽ കുറ്റം പറയാനും പറ്റൂല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കി എല്ലാം കൊണ്ടും കിണ്ണം കാച്ചി സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. വിഷ്വലി സൂപ്പർ, മ്യൂസിക് വൈസ് സൂപ്പർ, ആക്ടിങ് വൈസ് സൂപ്പർ. പിന്നെ എന്ത് പറയും, ഒരുമാതിരി കുറേ നാളായി ഞാൻ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത്തവണ ഒരു ഓസ്കർ മേടിച്ചേക്കാന്ന് പറഞ്ഞു ഓസ്കറുകാർക്ക് മറ്റേ വായി തള്ളാൻ വേണ്ടി കൊണ്ടുപോയി ഒരു സിനിമ ഉണ്ടാക്കി വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അല്ലെങ്കിൽ ഈ ഓസ്കർ ടൈപ്പ് ഓഫ് പടങ്ങൾ എനിക്ക് ദഹിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ അതിന് പറയണത്, ചില സിനിമകൾ നമുക്ക് മനസ്സുകൊണ്ട് തോന്നും ഇതിന് ഓസ്കർ തീർച്ചയായിട്ടും കിട്ടണം, അതിനോട്ട് കിട്ടത്തുമില്ല. എന്നാൽ ഓസ്കർ ബെയ്റ്റ് പോലെ കുറേ സിനിമകൾ ഇറക്കിയിടും. കഴിഞ്ഞ കൊല്ലം ഇതുപോലൊരു പടം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം എനിക്ക് അങ്ങനെ തോന്നിയൊരു പടമാണ് ബ്രൂട്ടലിസ്റ്റ്. എനിക്ക് ആ സിനിമ ബ്രൂട്ടലി ഹൊറിബിളായിട്ട് തോന്നി. എനിക്കത് കണ്ടിരിക്കാൻ പറ്റിയില്ല. എനിക്ക് വേർത്ത് പണ്ടടങ്ങിപ്പോയി ആ സിനിമ കണ്ടിട്ട്. വേർത്ത് ഞാൻ ഇല്ലാണ്ടായിപ്പോയതാണ് ആ സിനിമ കണ്ടിട്ട്. എനിക്ക് ബോറടിച്ച് എൻ്റെ ക്ഷമ പരീക്ഷിച്ച പടമാണത്. ആ സാധനത്തിന് ഓസ്കാറും കോപ്പും കുന്തമൊക്കെ കിട്ടിയില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റൂല അങ്ങനത്തെ ചില പടങ്ങൾ. പണ്ടത്തെ സിനിമകൾ കുറേയൊക്കെ എനിക്ക് പറ്റും. പക്ഷേ ഇപ്പം എന്തോ എനിക്കറിയില്ല, മേ ബി എൻ്റെ ഒരു തോട്ട് പ്രോസസ്സോ കാര്യങ്ങളൊക്കെ മാറിയുണ്ടാവും ആഫ്റ്റർ കൊറോണയൊക്കെ കൊണ്ടാകും. എനിക്ക് ഇത്രയും ഇപ്പോൾ ഒരു 3 മണിക്കൂർ സിനിമ ആണെങ്കിൽ കാണുന്നതിനോ 4 മണിക്കൂർ കാണുന്നതിനോ എനിക്കൊരു വിരോധവും ഇല്ല. അതിൽ കോണ്ടൻറ്റ് ഉണ്ടാവണം. ഇത് ഇങ്ങേര് നടന്ന് ഇവിടെ നിന്ന് അവിടം വരെ പോണതും അങ്ങോട്ട് പോണത് എനിക്കത് കാണാൻ താല്പര്യമില്ല. അങ്ങേരുടെ മറ്റേ കഴപ്പും കോപ്പും കുന്തവും ഇങ്ങേരുടെ ഭാര്യയുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ബ്രൂട്ടലിസ്റ്റ് അതുപോലെ തീരെ ദഹിക്കാഞ്ഞൊരു പടമായിരുന്നു. അതേസമയം നിങ്ങളൊരു 3 മണിക്കൂർ മുകളിലുള്ള നമ്മുടെ ലോർഡ് ഓഫ് ദി റിങ്സ് എന്നോട് കാണാൻ പറയും, ഞാൻ വേണമെങ്കിൽ ലോർഡ് ഓഫ് ദി റിങ്സ് 1, 2, 3 ഹോബിറ്റ് 1, 2, 3 കൂടി ഒറ്റയടിക്കിരുന്ന 6 പടം വേണമെങ്കിൽ കാണാം. എനിക്ക് അത്ര എൻഗേജിങ് ആണ് ആ സിനിമ. അതും അല്ലെങ്കിൽ സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് 4 മണിക്കൂർ കാണാൻ പറഞ്ഞു, ഞാൻ ഒത്തിരുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. അതുപോലെയല്ല ഈ ബ്രൂട്ടലിസ്റ്റ് പോലുള്ള പടങ്ങളോ അല്ലെങ്കിൽ ഓപ്പൺഹൈമർ പോലത്തെ പടങ്ങൾ എന്നെക്കൊണ്ട് പറ്റില്ല. ഇമാതിരി ജോഗ്രഫി ചാനൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ചാനലിൽ വരുന്ന ഡോക്യുമെൻ്ററി ടൈപ്പ് പടം കാണാൻ പറഞ്ഞാൽ എനിക്ക് ദഹിക്കാത്ത കാര്യമാണ്. കാരണം അത് കാണാനാണ് എനിക്ക് വല്ല ഡോക്യുമെൻ്ററി ഉണ്ടാ പോരെ, അല്ലെങ്കിൽ എനിക്ക് ഹിസ്റ്ററി ചാനൽ ഉണ്ടാ പോരെ. ഞാൻ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് ഐമാക്സിൽ പോയിരുന്ന് ഈ ഡോക്യുമെൻ്ററി കാണാൻ? ഇതേപോലെ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞൊരു പടമായിരുന്നു.
കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, ഡെക്കാപ്രിയോ കിടിലൻ ആക്ടിങ്, ലില്ലി ഗ്ലാഡ്സ്റ്റോൺ കിടിലൻ ആക്ടിങ്, ഡെനേറോ ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാര്യം, ബോറടിച്ച് ചത്ത്. ഒരു റെഡ് ബുള്ള് മേടിച്ച് കുടിച്ച്, എന്നിട്ട് പോലും ഉറക്കം തൂങ്ങിയ അവസ്ഥയായിരുന്നു എനിക്ക് ആ സിനിമ കണ്ടിട്ട്. എനിക്ക് പറ്റിയില്ല അത് കണ്ടിരിക്കാൻ. എന്നെക്കൊണ്ട് ഇമ്മാതിരി അവാർഡ് പടം കാണാൻ എന്നെക്കൊണ്ട് പറ്റൂല, എനിക്കത് ദഹിക്കൂല. അതുകൊണ്ടാണ് ഞാനത് വന്ന് തുറന്നു പറയണത്. ഞാൻ സിനിമ കാണുന്നതിന് മുന്നേ എനിക്ക് മറ്റേ ആറ്റുലാൽ രാധാകൃഷ്ണൻ പരിപാടിയൊന്നുമില്ല. അത് മറ്റേ കവടി നിരത്തി ഓക്കെ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് പോകാനായിട്ട്, കഴിവതും ഒരു സ്പോയിലേഴ്സും അറിയാതെ ബ്ലൈൻഡായിട്ട് സിനിമയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതുപോലെ ചില പടങ്ങൾ പോയി പെട്ടുപോകും. അത് ഞാൻ ഇവിടെ സത്യസന്ധമായിട്ട് വന്ന് പറയും, എനിക്ക് ബോറടിച്ചെന്ന് ഞാൻ പറയാം. അതിപ്പോൾ നോളെന്നല്ല, ആരുണ്ടാക്കിയ സിനിമയായാലും പോലും, സ്റ്റീവൻ സ്പിൽബർഗ് ഉണ്ടാക്കിയ സിനിമയായാൽ പോലും ബോറടിച്ചെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കള്ള പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഉള്ള കാര്യം ഇവിടെ പറയും. അതുകൊണ്ട് അതിൽ ആൾക്കാർ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ ഒന്ന് പൊങ്കാലിട്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു തവണ കണ്ട സിനിമ രണ്ടാമത് കാണുമ്പോൾ ബോറടിക്കാതിരിക്കുകയൊന്നുമില്ല, കൂടുതൽ ബോറടിക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്നെ നിർബന്ധിപ്പിച്ച് ഓപ്പൺഹൈമർ ഇഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ എന്നെ നിർബന്ധിപ്പിച്ച് ഒഡീസിയുടെ ടീസർ ഇഷ്ടപ്പെടുത്താനോ ആരും ശ്രമിക്കരുത്. അതുപോലെ വല്ല ബ്രൂട്ടലിസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങളിരുന്ന് ബ്രൂട്ടലിസ്റ്റ് ഇനിയും കണ്ടോ, എന്നെക്കൊണ്ട് പറ്റൂലടേ. ഒരു തവണ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് കണ്ടത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാരെ ഞാൻ ടോക്സിക്കായിട്ടേ കാണിക്കുള്ളൂ. അത് എന്താ പറയുക, അങ്ങനത്തെ ആളുകൾ ഞാൻ ടോക്സിക്കായിട്ടേ കണക്കെടുക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് പച്ചയാണ് ഇഷ്ടം, അപ്പോൾ വേറെ ആൾ വന്നിട്ട് എനിക്ക് നീല ഇഷ്ടം, നീ എന്തിനാ പച്ച ഇഷ്ടപ്പെടുന്നത്, നീ നീല ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞൊന്ന് പോടാപ്പാന്ന് പറയും. എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ എന്ത് കളർ ഇഷ്ടപ്പെടണമെന്നുള്ള. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടമുള്ള കളറുള്ള ഡ്രസ്സ് എടുക്കുന്നു, നിനക്കെന്താ കേട്, ഇതാണ് ഞാൻ ചോദിക്കുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ ഒരാൾ വന്ന് സിനിമയുടെ കേസ് പറയുമ്പോൾ ഒരാൾക്ക് PS 1 and 2 ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഓക്കെ എല്ലാം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അതേ ആൾ ഞാൻ എന്താ നിനക്ക് ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടേ. വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാരണം പറയാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും ഓക്കെ എനിക്കത് ബോറടിച്ചു. അപ്പോൾ അതെന്താ നിനക്ക് ബോറടിച്ചത്, എനിക്ക് ബോറടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ കണ്ണിലൂടെ അല്ലല്ലോ കണ്ടത്, എൻ്റെ കണ്ണിലൂടെ കണ്ടിട്ട് എൻ്റെ ഒരു ആസ്വാദന ശേഷി വെച്ചിട്ട് എൻ്റെ ആസ്വാദന ശൈലിയും വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മാളികപ്പുറം എന്നുള്ള സിനിമ. എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും എൻ്റെ വൈഫിനൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴും കുറേമാർ വന്നിട്ട് പൊങ്കാല അതെന്താ നിനക്ക് ഇഷ്ടപ്പെടുന്നത്, നിനക്ക് ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ, നിനക്ക് നീ ഏത്തിയസ്റ്റ് ആയതുകൊണ്ടല്ലേ. ഒരു തേങ്ങയില്ല. എനിക്ക് ദൈവങ്ങളിൽ ആകെ ഇച്ചിരെങ്കിലും ഇഷ്ടമുള്ള ഒരു ദൈവമാണ് നമ്മുടെ അയ്യപ്പൻ എന്ന് പറയണത്. അതും ഉണ്ണിമുകുന്ദൻ്റെ മറ്റേ സിനിമ ഉണ്ടല്ലോ, മറ്റേ ആധാരം, എന്താ സിനിമയുടെ പേര്, അയ്യോ ആ സിനിമയുടെ പേര് പെട്ടെന്ന് കിട്ടണമല്ലോ, അയ്യോ ടെൻഷൻ പിടിച്ചിപ്പോൾ അണ്ടടങ്ങിയൊരു പടമായിരുന്നു അത്, മേപ്പടിയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ പോയി ഞാൻ പൊങ്കാല ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക മേപ്പടിയാൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റേ സിനിമയുടെ മാളികപ്പുറം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കളിയാക്കുന്നുണ്ടോ, ഇല്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മളിവിടെ നാട്ടിൽ സ്പെഷ്യലി ഇന്ത്യയിൽ ചില ആൾക്കാർ അങ്ങനെയാണ്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളും ഇഷ്ടപ്പെടണം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളും ഇഷ്ടപ്പെടാൻ പാടില്ല. അതിന് നിർബന്ധ ബുദ്ധിയാണ് ചിലവന്മാർക്ക്. അത് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കുറേ നവന്മാരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഇഷ്ടപ്പെട്ടുകൂടാ, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇഷ്ടപ്പെടണം. ഇങ്ങനെ കുറേ നവന്മാരുണ്ട്. അത് സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതുള്ളൂ. നമ്മൾ കണ്ണടച്ചിട്ട് ഇട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനതിവിടെ പറയുന്നു. എന്തായാലും ഒഡീസി എന്നുള്ള ഈ സിനിമയുടെ ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്കും. അപ്പോൾ എന്തായാലും ട്രെയിലർ വരട്ടെ, കണ്ടു നോക്കിയിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ ശരി, ടാറ്റ.